ഹായ് എവരി വൺ. ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്നത് പ്രാക്ടീസ് മെഹന്തി കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ എന്തിനാണ് ഈ പ്രാക്ടീസ് മെഹന്തി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ കുട്ടികൾ ഈ മെഹന്തി ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ട് മെഹന്തി വരക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു പ്രാക്ടീസ് മെഹന്തി കോൺസ്. ഈ പ്രാക്ടീസ് മെഹന്തി കോണിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റെയിൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മിക്കവാറും വല്ല വൈറ്റ് ബോർഡുമേ അല്ലെങ്കിൽ വൈറ്റ് ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ കൈ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഇത് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഡെയിലി ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ നമ്മൾ ഈ വരച്ച് പഠിക്കണതൊക്കെ സ്റ്റെയിനും കൂടി വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾ പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണ്ടേ, അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയിൻ ഇല്ലാത്ത നമ്മൾ ഇതുപോലത്തെ പ്രാക്ടീസ് കോൺ യൂസ് ആക്കുന്നത്. പിന്നെ അതുമല്ല, ഓർഗാനിക് മെഹന്തി അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, നല്ല റേറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പ്രാക്ടീസ് കോൺ യൂസ് ആക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ആദ്യം അതിലേക്ക് നമ്മുടെ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 50 ഗ്രാം ഹെന്ന പൗഡറാണ്. നിങ്ങൾക്ക് കുറച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2-3 സ്പൂൺ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മെഷർ ചെയ്യാത്തത്. അപ്പോൾ ഇത് 50 ഗ്രാം പൗഡർ ഉണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് കേട്ടോ. നമ്മുടെ പേസ്റ്റ് ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് 15 മില്ലി വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഓർഗാനിക് മെഹന്തി ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് സ്റ്റെയിനിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് പ്രാക്ടീസിനായതുകൊണ്ട് സ്റ്റെയിനിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ആക്കിയാൽ മതി. അപ്പോൾ 15 മില്ലി ഞാനിവിടെ അളന്നെടുത്തിട്ടുള്ളത് ഈ ഒരു ഇതിലാണ് കേട്ടോ. കുട്ടികളുടെയൊക്കെ മരുന്നിൻ്റെ ഒപ്പം കിട്ടുന്ന അടപ്പില്ലേ, അതിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 50 ഗ്രാം പൗഡർക്ക് 15 മില്ലി ഓയിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ആദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ലൂസായി പോവും. ഞാനിപ്പോൾ ഒരുമിച്ച് ഒഴിച്ചത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇതിലേക്ക് എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അല്ലാണ്ട് ഒരുപാട് ഈ ഒരു പേസ്റ്റിൽ വെള്ളം ഓവറായി കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്ന സമയത്ത് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടൂല. അതേപോലെ തന്നെ സ്മഡ്ജ് ചെയ്ത് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അത്രക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാനിത് സ്പൂണ് മാറ്റിയിട്ട് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ ഇനി മിക്സ് ആക്കാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഹെന്ന പേസ്റ്റ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ സ്പാച്ചിലാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിലിനി വെള്ളം കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈ റിലീസിന് ശേഷം മിക്സ് ആക്കുമ്പോൾ അപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. മാക്സിമം കട്ട പിടിക്കാതെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്തതാണ്. അതൊക്കെ ഇതിൽ നല്ലോണം മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ബോർഡിലാണെങ്കിൽ കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ നമുക്ക് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ റീലായാലും യൂട്യൂബ് വീഡിയോസിൻ്റെ ഒക്കെ ആണെങ്കിലും കുറച്ച് സമയം ഇരിക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇത് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എയർ ടൈറ്റായിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. ഡൈ റിലീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെക്കേണ്ടത് ഒരു 8 മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. മാക്സിമം പോയ ഒരു 10 മണിക്കൂർ അത്രയും മതി. ഞാനിപ്പോൾ ഇവിടെ 8 മണിക്കൂറാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ക്ലോസ് ആക്കിയിട്ട് വെക്കുക. ഇനി ഇത് നമുക്ക് ഡൈ റിലീസിന് ശേഷം കാണാം. അപ്പോൾ ഇതാ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഡൈ റിലീസൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ 2 ബൗൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസിൻ്റെ ഈ ഒരു ബൗളിലാണ് പ്രാക്ടീസ് ഹെന്ന മിക്സാക്കി വെച്ചത്. ഈ ഒരു ഗ്രീൻ ബൗളിലാണ് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു ബ്രൈഡൽ കോൺസിനുള്ള. അപ്പോൾ നമ്മുടെ ഓർഗാനിക് മെഹന്തിയാണ് ഈ ഒരു ഗ്രീൻ ബോട്ടിലുള്ളത്. ഞാൻ രണ്ടും കൂടെ കാണിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രണ്ടിൻ്റെയും കളർ ചേഞ്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളതും നമ്മൾ പ്രാക്ടീസ് കോൺ ഉണ്ടാക്കാൻ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ അതൊന്ന് മാറ്റിയപ്പോൾ ഉള്ളിൽ ഡൈ റിലീസായിട്ടുണ്ട് 2 പേസ്റ്റിലും. നമ്മൾ പ്രാക്ടീസ് ഹെന്ന കോണിന് വെളിച്ചെണ്ണയാണ് ചേർത്തത്. എന്നാലും അതിൽ നമ്മൾ ഹെന്ന പൗഡറിൽ, അതായത് നമ്മുടെ ഹെന്ന ലീഫിനൊരു നാച്ചുറൽ ഡൈ ഉണ്ട്. അപ്പോൾ അതെന്തായാലും റിലീസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ആ ഒരു കളർ ചേഞ്ച്. പക്ഷേ ഇതിൻ്റെ മുകളിലത്തെ ലെയർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രാക്ടീസിൻ്റെത് ഒരു ഗ്രീൻ കളറിലും നമ്മുടെ ഓർഗാനിക് മെഹന്തി ഞാൻ മിക്സാക്കി വെച്ചിട്ടുള്ളത് ഒരു ഡാർക്ക് കളറിലും ആയി വന്നിട്ടുണ്ട് ഡൈ റിലീസായതിനു ശേഷം.
അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇത് റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമാണ് പ്രാക്ടീസ് ഹെന്ന റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേസ്റ്റിൽ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടാണ് കേട്ടോ. ഈ 1 സ്പൂൺ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മൈലാഞ്ചി മിക്സാക്കി വെച്ച ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഞാനിത് ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുല സ്പൂണോ എന്ത് വെച്ചിട്ടും കുറച്ചധികം സമയം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ബീറ്ററൊക്കെ എടുത്തിട്ട് മിക്സ് ആക്കിയിട്ടുള്ളത്. ഇനി നല്ലോണം ഒന്ന് സ്പാച്ചുല വെച്ചിട്ടും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. കാരണം എത്രത്തോളം മിക്സ് ആവുന്നോ അത്രയും നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു കുപ്പിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക. അതിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കുക. അത് കഴിഞ്ഞ് സോക്സ് ഇറക്കി വെക്കുക. ഈ സോക്സിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ബ്രൈഡൽ കോൺസ് ഇതിൽ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ പ്രാക്ടീസ് മെഹന്തി റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഒന്ന് മാറിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതാ ഫുൾ പേസ്റ്റ് ഇതിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ സോക്സ് വലിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ മെഹന്തി പേസ്റ്റിൽ ഇളക്കുമ്പോൾ ഇളകാതിരിക്കണ വല്ല കട്ടയോ കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ പോന്നോളും. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഹെന്ന പേസ്റ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിൻ്റെ ശക്തി കൊണ്ട് ചിലപ്പോൾ പൈപ്പിംഗ് ബാഗൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മിക്കവാറും സംഭവിക്കുന്നതാണ് അങ്ങനെയൊക്കെ. ഇനി ഇതിൻ്റെ തലപ്പത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കോണിലും കൂടെ ആക്കിയെടുക്കാം. അപ്പോൾ ഈ കോൺ റോൾ ചെയ്യുന്നതും സീൽ ചെയ്യുന്നതൊക്കെ ഇതിന് മുമ്പും കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കാണിക്കാന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസൊക്കെ പോയി കാണുക. പിന്നെ ഇതുപോലെ ടിപ്പിൽ ഒരു പിന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പിന്നിൻ്റെ വലിപ്പത്തിൽ നമുക്ക് മൈലാഞ്ചി പേസ്റ്റ് വരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പിന്ന് വെച്ചിട്ടാണ് റോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഈ പൗഡർ ആയിക്കോട്ടെ എസെൻഷ്യൽ ഓയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഷീറ്റൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുക, എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെയിലാക്കുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് ഫസ്റ്റ് ടൈം ഒരു ഓർഗാനിക് മെഹന്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് കിറ്റും അതേപോലെ തന്നെ പൗഡറും ഓയിലും എല്ലാം നമ്മൾ സെയിലാക്കുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ പ്രാക്ടീസ് കോൺ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ പെരുന്നാളാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ സെയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കൊറിയറായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹെന്ന കോൺ മേക്കിങ്ങിൻ്റെ ക്ലാസ്സും ഹെന്ന ഡിസൈനിങ് ക്ലാസ്സും നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മൈലാഞ്ചി ആർക്കെങ്കിലും ഓർഡർ ചെയ്യാനെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പെരുന്നാളിൻ്റെ മുമ്പ് നമ്മൾ എത്തിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫൈനായിട്ട് തന്നെ നമ്മുടെ പേസ്റ്റ് കോണിലേക്കാക്കി സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുകയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ ഈ ലൈന് പൊട്ടാതെ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ക്യാമറയിൽ ശ്രദ്ധിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, പക്ഷെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ബോർഡിലൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ സ്റ്റെയിൻ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോ ഇൻസ്റ്റാ പേജിലോ ഒക്കെ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. എന്താ കണ്ടല്ലോ എത്രത്തോളം സ്മൂത്തായിട്ടാണ് ഈ ഒരു പേസ്റ്റ് വരുന്നതെന്നുള്ളത്. സോ എന്നും പറയണ പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സീ യു.